ഹലോ ഫ്രണ്ട്സ്, എന്ന് നോക്കിയാൽ ഗംഭീരമായ അപ്ഡേറ്റാണ് നമ്മുടെ സ്വന്തം നോളൻ്റെ സിനിമ ഒഡീസി. കാണാത്തവരാരും ഉണ്ടാവില്ല, കാരണം അത്രമാത്രം ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. അതോടൊപ്പം തന്നെ ഭയങ്കര ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സാധനം കൂടിയാണ്. കാരണം നമ്മൾ ട്രോയ് എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ബ്ലാക്ക് മീറ്റൊക്കെ അടിച്ച് പൊളിച്ചാടിയ ഒരു സാധനമാണ്. പക്ഷെ അതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ പോകണമല്ലോ. അതിൻ്റെ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്, ഒഡീസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോകുന്നിടയ്ക്ക് ഉണ്ടാകുന്ന കുറേയധികം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഇത് എടുത്ത് കാണിക്കുന്നത്. അതുതന്നെയാണ് ആ സിനിമയിലെ ഒരു ഹൈലൈറ്റും. അപ്പോൾ ഈ സിനിമ ഭയങ്കര രസമാണ് കാണാൻ. എന്താ കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ആവേശം കൊള്ളിക്കുന്ന ഓരോ സീനുണ്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം ഈ ഒഡീസി നമ്മളെ തിരിച്ച് നാട്ടിലെത്തിയിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നീട് ഇദ്ദേഹത്തിന് റീ എൻട്രി ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം വരുന്നൊരു സീനും ആ സമയത്തൊരു മ്യൂസിക്കും ഉണ്ട്. എൻ്റെ മോനെ തിയേറ്ററിൽ അതുവരെ ഭയങ്കര കാമൻ ക്വയറ്റ് പോയിരുന്ന ഒരു സംഭവം അടിച്ചു കയറും. അമ്മ ഒരു സീനാണ്. അതായത് ഓഡിസിൽ അപ്ഡേറ്റ് പറയുന്നത് അടിച്ചു 1 ബില്യൺ, അങ്ങനെ ഡോളൻ 1 ബില്യൺ ക്ലബിൽ വീണ്ടും കയറി എന്ന് പറയാൻ പറ്റും. കാരണം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളും അദ്ദേഹം കയറിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അദ്ദേഹം കയറി. കളക്ഷനിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, കാരണം സ്പൈഡർമാനൊക്കെ വന്നതുകൊണ്ട് ഈ സിനിമ മാത്രം അറിഞ്ഞോ അറിയാതെയോ മെല്ലെ അങ്ങോട്ട് ബാക്കോട്ട് വലിയോ എന്ന് പക്ഷേ ചെയ്തില്ല. കാരണം നല്ല സിനിമകൾ എപ്പോഴും നല്ലതുപോലെ അങ്ങോട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്നു പറയുന്നത് വെറുതെയല്ല. കാരണം അതിന് ഒരു ഉദാഹരണമുള്ള ഈ ഒരു ഒഡീസി പറഞ്ഞ മൂവി ഭയങ്കര രസമാണ് കാണാൻ. കാരണം അത് പകുതി മുക്കാലും ഈ പടം CG ചെയ്താണെങ്കിൽ എങ്ങനെ ഉണ്ടാകുന്നത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ദഹിച്ചൊന്നുമില്ല. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് പകുതി മുക്കാലും അവർ റിയലായിട്ട് തന്നെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് ഈ സിനിമയിൽ വേറൊരു വലിയൊരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നി. അത് നമുക്ക് ആ സിനിമേൻ്റെ ഓരോ ഭാഗത്തും കാണാൻ പറ്റും. ആ ഓരോ ഫ്രെയിം ആയിക്കോട്ടെ, ഫ്രെയിമിലുണ്ടാവുന്ന ഐമാക്സ് ക്യാമറ ഉപയോഗിച്ചിട്ടാണെങ്കിലും എല്ലാം തന്നെ ഒരു ഗംഭീരമായ ഒരു മാറ്റം നമുക്ക് ഈ സിനിമ മുഴുവൻ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ മാറ്റ് ഡീമൻ ആയാലും അതുപോലെ തന്നെ ടോം ഹോളണ്ട് ആയാലും സാൻഡി ആയാലും ഇവരൊക്കെ തന്നെ അടിപൊളി അഭിനയമായിരുന്നു. പിന്നെ ഇതിൽ കുറേ അധികം വേറെ കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷേ അവർക്ക് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള റോള് അതിമനോഹരമായി ചെയ്യുകയും അത് ബൃഹത്താക്കി എന്ന് പറയില്ല, ആ ലെവലിൽ ശരിക്കും ആ ഒരു പഴയ കാലത്തേക്ക് നമ്മളെ ശരിക്കും കൊണ്ടുവന്നു. ഈ ഒരു ഇത്രയും ഒരു 2026 പോലുള്ളൊരു കാലഘട്ടത്തിലും നമ്മുടെ പഴയൊരു കാലഘട്ടത്തിൻ്റെ അതിൻ്റെ ഒരു ഓജസ്സൊന്നും കുറയാതെ അതുപോലെ തന്നെ വളരെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും ബില്യനൊക്കെ ആയി നമ്മുടെ വീണ്ടും ഒഡീസി ഒരു ബില്യൺ ക്ലബിലേക്ക് കയറി പറഞ്ഞാൽ നമുക്കൊന്നും ഒരിക്കലും നമ്മളെ ഇതേപോലെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി സിനിമയാണ്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. OTTയിലേക്ക് അവൈലബിളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയാം. എന്തായാലും അങ്ങനെ നല്ല അവസരം കിട്ടുകയാണെങ്കിൽ നല്ല HD പ്രിൻ്റ് തന്നെ ഇരുന്ന് കാണുക. ഈ ആപ്പ് പ്രിൻ്റെല്ലാം കണ്ട അവസരം ഇതെന്ത് പെടറെന്ന് പറയരുത്. പിന്നെ ഈ സിനിമ കാണുമ്പോൾ പേഷ്യൻസ് നല്ലപോലെ വേണം. നല്ലപോലെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പടം ഒരു ഒന്നൊന്നൊരു പടമാണ്. എല്ലാവരും പോയി കാണും, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കും. ഓക്കെ ഗൈസ്, എന്തായാലും കാണാത്തൊരു കാണും. എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, സീ യു. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.